ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാൽ. അപ്പോൾ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ലൈക്ക് അടിച്ചിട്ട് ഒരു ഹൈപ്പും കൂടി ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ അലീനയ്ക്കാണ് ഭയങ്കര വിഷമം. എങ്ങനെയെങ്കിലും അവരൊന്ന് ഒന്നിപ്പിക്കണം, വൈജയനെയും ബാലചന്ദ്രനെയും കൂടെ ഒന്നിപ്പിക്കണം. ഡിവോഴ്സ് എന്ന ആ ഒരു നോട്ടീസ് കണ്ടതോടെ അലീനയും പേടിച്ചുപോയി. സത്യത്തിൽ ബാലചന്ദ്രന്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് എന്ന് അലീന അറിഞ്ഞു. അതായത് വൈജയെ പിരിയാനൊന്നും ബാലചന്ദ്രന് പറ്റത്തില്ലെന്നേ. അപ്പം അതൊക്കെ നമ്മുടെ അലീനയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം പക്ഷേ നമ്മുടെ ബാലചന്ദ്രൻ ഒട്ട് തോറ്റു കൊടുക്കത്തില്ല. വൈജയുടെ മുമ്പിൽ പിരിയാൻ പറ്റൂല, അതൊക്കെ ശരിയാണ്. വാശി എന്ന് പറഞ്ഞ അങ്ങേയറ്റത്തെ വാശിയാണ് താനും. വൈജയോട് സ്നേഹമുണ്ട്. അങ്ങനെ അവസാനത്തെ ഒരു കളി കളിക്കുകയാണ്. നമ്മുടെ രാജീവനെ വെച്ചിട്ട് ബാലചന്ദ്രനെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കുന്നത്. അപ്പൊ രാജീവൻ വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനെ മനസ്സ് ബാലചന്ദ്രന്റെ മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും വൈജയുടെ മനസ്സ് മാറ്റാൻ പറ്റത്തില്ല. വൈജ അത്രയ്ക്ക് കട്ടക്കലിപ്പിലാണ് നിൽക്കുന്നത്, അത്രയ്ക്ക് വാശിയുമാണ്. പിന്നെയും കുറച്ച് വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടെങ്കിലും കുറച്ച് ഒരു സമാധാനം ഉള്ളത് ബാലചന്ദ്രനേ ഉള്ളൂ. അപ്പം ബാലചന്ദ്രനെ മാറ്റാൻ വേണ്ടിയാണ് നമ്മുടെ അലീന രാജീവനെ കൊണ്ടുവരുന്നത്. അപ്പം നമ്മുടെ മനു തന്നെയാണ് രാജീവനോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്കൊന്ന് പോകണം, അങ്ങോട്ടേക്ക് പോയി അങ്കിളിനെ കണ്ടൊന്ന് സംസാരിക്കണം. 3 മക്കളുള്ളതല്ലേ, എന്തൊക്കെ പറഞ്ഞാലും 3 മക്കളില്ലേ, അവരുടെ ഭാവിയോ ജീവിതമോ ഒരു സ്ഥലത്തും ഇതുവരെ എത്തിയിട്ടില്ല. പ്രായമൊക്കെ ആയെങ്കിലും ഓക്കെ, ഇതിപ്പം പിള്ളേരുടെ ഭാവിയൊന്നും ഇതുവരെ എന്തെന്ന് പറയാൻ പോലും ആയിട്ടില്ല. അതിനിടയിൽ ഇപ്പത്തെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കേസും കൂടെ നിൽക്കുമ്പം എങ്ങനെയാ ശരിയാവുന്നത്? ഒന്ന് സംസാരിക്കുക, ബാലചന്ദ്രനെ അങ്കിളിനെ കണ്ടിട്ട് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ അത് പ്രകാരമാണ് നമ്മുടെ രാജീവൻ നേരെ ചെല്ലുന്നത്. എങ്ങോട്ടേക്ക്? ബാലചന്ദ്രന്റെ അടുത്തേക്ക്. അങ്ങനെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നമ്മുടെ രാജീവൻ. അപ്പൊ ശിവനും സംസാരിക്കുന്നുണ്ട്, കമലയൊക്കെ രാജീവനോട് സംസാരിക്കുന്നുണ്ട്, മനു സംസാരിക്കുന്നുണ്ട്. അപ്പൊ രാജീവൻ ആദ്യം അങ്ങോട്ടേക്ക് പോകാനൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു. അതിനൊരു കാര്യമുണ്ട്. നമ്മുടെ അലീനെ ആ വീട്ടിൽ നിന്ന് ഫസ്റ്റ് അടിച്ചിറക്കാൻ നിന്നതും ഒരു ദിവസം ഇങ്ങനെ അടിച്ചിറക്കി വിട്ടതും രാജീവനാണ്. അപ്പൊ ആ ഒരു പോട്ടി അവർ തമ്മിലുണ്ട്. നമ്മുടെ ബാലചന്ദ്രനും രാജീവനും തമ്മിലുള്ളത് കൊണ്ട് ആദ്യമൊക്കെ വിസമ്മതിച്ചെങ്കിലും പെങ്ങളുടെ കാര്യമല്ലേ, എങ്ങനെയാ, സ്വന്തം ചോരയല്ലേ, അവര് ബ്ലഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഇച്ചിരി നാണം കെട്ടാലും കുഴപ്പമില്ല. എന്നാൽ പെങ്ങളുടെ ജീവിതം ശരിയാവുക, എന്നാൽ പിന്നെ ശരിയാക്കട്ടെ എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല കുനിച്ചാണെങ്കിലും സാരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജീവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രന്റെ സ്വഭാവം അല്ലേ. ബാലചന്ദ്രൻ എന്താ ഇങ്ങോട്ടേക്ക് ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി മാന്തും. അപ്പൊ ആ ഒരു സ്വഭാവം ആയതുകൊണ്ട് തന്നെ വന്നിട്ട് വെറും നിസ്സഹായ അവസ്ഥയിൽ പോകാനാണ് രാജീവനും സാധിക്കുന്നത്. ബാലചന്ദ്രന്റെ ഓരോ ചോദ്യങ്ങൾക്കും എന്താ പറയാ, അണ്ണാക്കിൽ പിരിവെട്ടി നിൽക്കുന്ന ഒരവസ്ഥ രാജീവനൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അതുപോലെ നാണം കെട്ട കേസ് ഓരോന്ന് വിളിച്ചു പറയുകയാണ്. വൈജയുടെ പഴയ കഥകളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴത്തേക്ക് സ്വന്തം ആങ്ങളെ എന്തോരെന്ന് പറഞ്ഞ് കേട്ടോണ്ട് നിൽക്കും. അപ്പൊ അതൊക്കെ വിളിച്ചു പറയുമ്പോഴത്തേക്ക് നമ്മുടെ രാജീവൻ ഉണ്ടാകുന്ന എന്താ പറയുക, രാജീവന് എതിർത്തൊന്നും സംസാരിക്കാനും പറ്റത്തില്ല, പക്ഷെ അത് കേട്ടോണ്ട് നിൽക്കാനും പറ്റത്തില്ല. വല്ലാത്തൊരവസ്ഥയിലൂടെ രാജീവനും. അപ്പൊ ഏതായാലും അത് തന്നെയാണ് നാളത്തെ പ്രധാന ഹൈലൈറ്റ്. അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് കിടക്കാം. നമ്മുടെ രാജീവൻ അവിടെ വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയണ്ടേ. അപ്പൊ രാജീവൻ വന്നുകൊണ്ട് അലീനയ്ക്ക് മനസ്സിലായി വേറെ ഒന്നുമല്ല, രാജീവൻ ഇതിനാ വന്നതെന്ന്. അങ്ങനെ കയറി വാന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബബിത അവിടെ ഇരിപ്പുണ്ട്, ഒരു മൈൻഡും ഇല്ലാതെ. ബബിതയ്ക്ക് ഒരു മൈൻഡും ഇല്ല. അപ്പം ബബിതയോട് ചോദിക്കുന്നു, എന്താടി ഒരു മൈൻഡ് ഇല്ലാത്തതെന്ന്. അപ്പം ബബിത പറഞ്ഞു, എന്തിനു മൈൻഡ് ചെയ്യാനാ? അതെ, ഞാനിവിടെ നിന്നും കട്ടോണ്ടോ മോഷ്ടിച്ചോണ്ടോ ഒന്നും പോകാനൊന്നും വന്നതല്ല. ഞാനിവിടെ വന്നതേ നിന്റെ കുടുംബം ശരിയാക്കാനാ, നിന്റെ അച്ഛനെയും അമ്മയും ഗുണദോഷിക്കാനാ. അതെന്തിനാ എൻ്റെ അച്ഛനും അമ്മയും ഗുണദോഷിക്കാൻ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോ? എന്തിനാ അങ്കിളെ വെറുതെ ഇവിടെ വന്ന് ഗുണദോഷിക്കുന്നത്? അലീന പറയുന്നതല്ലാതെ ഇവിടെ ആരും ഒന്നും കേൾക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ അങ്കിള് വന്നെന്ന് പറഞ്ഞുകൊണ്ട് അങ്കിള് പറയുന്നൊന്നും ഇവിടെ ആരും കേൾക്കാൻ പോകുന്നില്ല. വെറുതെ എന്തിനാന്ന് ചോദിക്കുമ്പം, അല്ല അത് നിനക്കെങ്ങനെ അറിയാം? ആ തലക്കരം പിടിച്ച പെണ്ണ് പറയുന്നത് എൻ്റെ അച്ഛൻ കേൾക്കത്തുള്ളൂ, അതെനിക്കറിയാം. അതെ, നീ തലക്കരം പിടിച്ച പെണ്ണെന്നൊന്നും പറയാതെ. കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ ബാലചന്ദ്രൻ, പിന്നെ കേസായിട്ട് അതിൻ്റെ ഇതിൻ്റെയൊക്കെ പുറകെ ഓടുവല്ലായിരുന്നോ? പിന്നെ വയ്യാതെ ഹോസ്പിറ്റലിലും നിങ്ങളെ ആരാടി നോക്കിയത്? ഈ പറയുന്ന തലക്കനം പിടിച്ച പെണ്ണല്ലേ നിന്നെ നോക്കിയത്? അവളല്ലേ നിന്നെ നോക്കി സത്യം പറഞ്ഞ ഈ വീട്ടിലെ പണിയെല്ലാം ചെയ്ത് പേടിച്ച് നിങ്ങളിപ്പം ആ വീട്ടിൽ കിടന്നുറങ്ങിയെങ്കിൽ ആ പെണ്ണിന്റെ ധൈര്യത്തോട് കൂടിയല്ലേ. എന്നിട്ട് നാണമുണ്ടോ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനെന്ന് ചോദിക്കുമ്പോൾ, അവളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് പറയാനൊന്നും ഞാനിങ്ങോട്ട് വിളിച്ചില്ലല്ലോ ആരെയും. എന്നോട് ആരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് പറയുമൊന്നും വേണ്ട. നിങ്ങൾക്ക് അലീനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അലീനെ മയക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടുത്ത് വെച്ചാൽ മതി, എൻ്റെ അടുത്ത് വരണ്ടാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നു മോളെ നീ ഒരു കാര്യം ചിന്തിക്കുക.
ഇവിടെ അലീനെ അല്ല മാറ്റർ, അത് നീ മനസ്സിലാക്കുക. നിന്റെ അമ്മയെ ഇവിടുത്തെ മാറ്റർ. നിന്റെ അമ്മയെ പറഞ്ഞ് നിന്റെ അമ്മയെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കാൻ നോക്ക്, അതാ ചെയ്യേണ്ടത്. അല്ലാതെ അലീനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കല്ല വേണ്ടത്. നിന്റെ അമ്മയോട് പറയണം, അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനുമായിട്ട് ഒരുമിച്ച് പോകണമെന്ന് പറഞ്ഞ് മക്കളെ നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാ ചെയ്യേണ്ടത്. അല്ലാതെ അമ്മയുടെ കൂടെ കൂടി കുറച്ച് പേര്, അച്ഛൻ്റെ കൂടെ കൂടി കുറച്ച് പേര് അവിടെ ഇവിടെയും പിടിവലിയായിട്ട് ഒരു കുടുംബം കുട്ടിച്ചോറാക്കേണ്ട കാര്യമുണ്ടോ നിനക്കൊക്കെ? നീയൊക്കെ ചിന്തിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ രാജീവൻ. അപ്പോഴത്തേക്കാണ് നമ്മുടെ അലീന നേരെ പോവാണ് സ്റ്റെയർ കയറി മേളിലേക്ക്. അങ്ങനെ ബാലചന്ദ്രനോട് ചെന്ന് പറയാം, അച്ഛാ താഴെ രാജീവങ്ങൾ വന്നിട്ട്, രാജീവ് സാറിനാണ് കേട്ടോ പറയുന്നത്, വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഓഹോ, അപ്പോൾ ഓരോന്ന് പൊട്ടി പുറപ്പെടാൻ തുടങ്ങി, വക്കീൽ നോട്ടീസിന്റെ പിന്നാലെ അങ്ങനെ ഓരോന്നൊക്കെ വരാൻ തുടങ്ങി അല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാജീവന് താഴെ വെയിറ്റ് ചെയ്യാണ്. ബാലചന്ദ്രൻ ഇറങ്ങി ചെന്നു. എന്താണോ ഇപ്പം ഇങ്ങോട്ടേക്കൊക്കെ ഒരു വരവല്ലേ, ഈ വീടിന്റെ പടി കയറൂലെന്നോ ഇറങ്ങിപ്പോയതൊക്കെ ആയിരുന്നല്ലോ, എന്താ പറ്റിയത്? ഇനിയും അലീനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയുള്ള വല്ല ഗൂഢാലോചനയും നടത്താൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ പൊന്നളിയ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാനിപ്പോൾ അലീനയുടെ കാര്യമൊന്നും സംസാരിക്കാൻ വന്നതല്ല. എനിക്ക് സംസാരിക്കാനുള്ളത് എന്താ, രോഹിത്തിന്റെ കാര്യമോ ഹരിയുടെ കാര്യമോ? ഇവരുടെ അതേ കാര്യമല്ല. അപ്പം പിന്നെ അലീനയുടെ കാര്യം തന്നെ ആയിരിക്കും. എൻ്റെ പൊന്നളിയ, ദേ നിങ്ങൾ എന്തിനാ രണ്ടുപേരും കൂടി ഇങ്ങനെ മസിൽ പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്നത്? രണ്ട് കൈ കൂട്ടി അടിച്ചാലല്ലേ ഒച്ച ഉണ്ടാവത്തുള്ളൂ. ആ ഒരു കൈ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? അളിയനൊരു കാര്യം ഓർക്ക്, ഒരിക്കലും ഒരു പെണ്ണിനും ഭർത്താവ് വേറൊരു ബന്ധത്തിൽ പോകുന്ന ഇഷ്ടപ്പെടത്തില്ല. അപ്പം പിന്നെ അലീന അവിഹിതത്തിലുണ്ടായ പെണ്ണാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴല്ലേ ഇത്രയും മാത്രം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാം അളിയൻ്റെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. ഒരിക്കലും ഒരു ആണിനും സഹിക്കാൻ പറ്റത്തില്ല. പെണ്ണിനൊരു ബന്ധം ഉണ്ടായിരുന്നു, ഒരു കല്യാണത്തിന് മുമ്പ് വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായിരുന്നു, അത് മറച്ചു വെച്ചിട്ടാണ് വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തത്. അതൊക്കെ നന്നായിട്ടറിയാം. പക്ഷെ എല്ലാം ക്ഷമിക്കുകയും പൊറുക്കുകയല്ലേ ചെയ്യേണ്ടത്. മനുഷ്യരല്ലേ നമ്മൾ, മൃഗത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖവും നോക്കാതെ അടിച്ചു തല്ലി നടക്കാൻ പറ്റുമോ? മക്കൾക്ക് വേണ്ടി, കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി, അതുപോലെ അമ്മയ്ക്ക് വേണ്ടി, അച്ഛനു വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഇതെല്ലാം ക്ഷമിച്ചും പൊറുത്തും ജീവിക്കുകയല്ലേ, അതല്ലേ വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, ഹോ അപ്പോഴേ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന്? അത് ഡിവോഴ്സ് നോട്ടീസ് അവൾ അയച്ചു, അതൊക്കെ ശരിയാ. വെറുതെ കേസിനും വയ്യാവേലിക്കും ഒന്നും പോകണ്ട. എന്തിനാ വെറുതെ കേസിനും വയ്യാവേലിക്കും ഒന്നും പോകണ്ടല്ലേ? എനിക്കൊരു കാര്യം അറിയണം. ഈ സ്റ്റാൻലിയും കൂടി ഇവിടെ എത്തണം. ഈ കേസിനും വയ്യാവേലിക്കും പോകണോ വേണ്ടയോ എന്നറിയാൻ സ്റ്റാൻലിയും കൂടി ഇവിടെ എത്തണമെന്ന്. സ്റ്റാൻലി ആരാന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലേ? നമ്മുടെ അലീനയുടെ സ്വന്തം അച്ഛനാണ് സ്റ്റാൻലി. അതായത് നമ്മുടെ വൈജയുടെ മുൻ കാമുകൻ എന്നൊക്കെ പറയാം. അപ്പം ആ ഒരു സ്റ്റാൻലി എന്ന് പറയുന്ന പുള്ളിക്കാരൻ വരണം. ആ പുള്ളിക്കാരനെ ഞാൻ കൊണ്ടുവരും. ജീവനോടെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ അയാളെ കൊന്നില്ല, എല്ലാവരും കൂടെ അയാളെ ചുട്ടരിച്ച് കളഞ്ഞില്ല എന്നൊക്കെ ഒരു ധാരണയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇവിടെ അയാളെ കൊണ്ടുവരും. പിന്നെ അയാളിനി സ്വർഗലോകത്താണോ പരലോകത്താണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും സ്റ്റാൻലി ഇവിടെ എത്തും എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഈ സ്റ്റാൻലി എന്ന് പറയുന്ന ആളെ ഇവരെല്ലാവരും കൂടെ ചേർന്ന്, അതായത് നമ്മുടെ രാജീവനും ശിവനും കുഞ്ഞിരാമമേനോനും അപ്പൊ അങ്ങനെ കുറച്ചു പേരൊക്കെ കൂടി ചേർന്ന് നാട് കടത്തി വിടുവോ? അതോ എന്തോ കുറെ പേരെ കൊണ്ട് കൊട്ടേഷൻ കൊടുത്തിട്ട് കൊന്നു കളയാൻ വേണ്ടി പറയുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തത് നമ്മുടെ വൈജയുടെ മുൻ കാമുകനെ, അതായത് അലീനയുടെ അച്ഛനെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ പുള്ളിക്കാരൻ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. സ്റ്റാൻലി മരിച്ചിട്ടില്ല. സ്റ്റാൻലി നമ്മുടെ കഥയിൽ വരുന്നുണ്ട്. പുള്ളിക്കാരൻ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ജീവിച്ചിരിപ്പുണ്ടെന്നോ പുള്ളിക്കാരൻ ജീവിച്ചിരിക്കുന്ന ഇപ്പോഴും വിവാഹം കഴിക്കാതെ എങ്ങാണ്ടൊക്കെയാണ് നമ്മുടെ വൈജയുടെ ഓർമ്മയൊക്കെ ആയിട്ട് ജീവിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടെന്നൊന്നും സ്റ്റാൻലിക്കും അറിയത്തില്ല. ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് തന്നെയാണ് സ്റ്റാൻലി വിചാരിച്ചിരിക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ വൈജ പ്രഗ്നന്റ് ആയിരുന്നോ അതുപോലും സ്റ്റാൻലി അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ഇവർ ഇച്ചിരി ക്യാഷുകാരൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് മൂടി വെക്കാനും എടുക്കാനും പറ്റും. ഇനിയിപ്പോൾ പാവപ്പെട്ട ഒരു സ്ത്രീ ആണെങ്കിൽ ഇപ്പം നാട് മുഴുവൻ അറിഞ്ഞേനെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, അവിഹിതത്തിലൊരു കുഞ്ഞുണ്ടായിരുന്നു എന്നൊക്കെ. കുറച്ച് പണം 10 വയസ്സ് കയ്യിലുള്ളത് കൊണ്ട് എന്ത് വേണമെങ്കിലും മൂടി വെക്കാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെയൊക്കെ കിടപ്പോച്ചം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ രാജീവനോട് പറയുന്നത്, എന്തൊക്കെ മസിൽ പിടിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സ് മാറാൻ പോകുന്നില്ല, എൻ്റെ മനസ്സ് ആരും മാറ്റുകയും വേണ്ട. ഞാൻ ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ട് തന്നെ ആയിരിക്കും ഇനി ബാലചന്ദ്രൻ നിൽക്കുന്നത്. ഇങ്ങോട്ടേക്കൊരു പാല വിട്ട് അങ്ങോട്ടേക്ക് ഒരു പാല വിടും. അല്ലാതെ
ഈ ബാലചന്ദ്രന്റെ മനസ്സ് മാറത്തില്ല. നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ, തലക്കരം പിടിച്ച അവള്, അഹങ്കാരം പിടിച്ച് ചത്തുമലന്ന് ഇപ്പൊ കിടപ്പുണ്ടല്ലോ, തവള കിടക്കുന്ന പോലെ ഹോസ്പിറ്റലില്. ആ കിടപ്പ് കണ്ടതല്ലേ എല്ലാവരും, അത് അഹങ്കാരത്തിന് കിട്ടുക. എന്നിട്ട് പോലും അവൾക്കൊരു തെല്ല്, അവളുടെ തലക്കനൊന്ന് മാറ്റി വെക്കണ്ടേ? അല്ലെങ്കിൽ പോട്ടെ, ഇവിടെ ഒരു പെങ്കൊച്ചു വന്നു. ആ പെങ്കൊച്ചു അവളെ എന്താ ചെയ്തത്? അവളെ എന്തെങ്കിലും, അവൾക്ക് ഇച്ചിരി തൊലിവെളുപ്പുണ്ടായി പോയതോ, അവളെ ഇച്ചിരി കാണാൻ കൊള്ളാമെന്നോ? അതാണ് അവളുടെ പ്രശ്നം. അതുകൊണ്ടാണ് അവളുടെ പ്രശ്നം ഉണ്ടായത്. അല്ലാതെ അവൾക്കറിയില്ലല്ലോ അവൾ ആരാണെന്ന്. ഇതിന് മാത്രം വലിയ പ്രശ്നം ഉണ്ടാക്കാൻ. ബാലചന്ദ്രന്റെ മകളാണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഈ അലീനയെ കണ്ടുകൂടായിരുന്നു. ആർക്ക്? നമ്മുടെ വൈജയ്ക്ക്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ബാലചന്ദ്രന്റെ മകളാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അലീനയോട് ഇത്ര കലിപ്പ് വരാൻ കാരണം? അതൊന്നും ഒരു കാര്യവുമില്ല. അവളുടെ അഹങ്കാരമാണ്. അവൾക്ക് അഹങ്കാരമാണ്. എപ്പോഴും വേലക്കാരി കാൽച്ചോട്ടി കിടക്കണം, വേലക്കാരി അവളെക്കാളും നിറം കുറയണം, വേലക്കാരി അവളെക്കാളും തരം താഴണം, വേലക്കാരിക്ക് അവളെക്കാളും വിദ്യാഭ്യാസ കുറവ് വേണം, ബോധം വേണ്ട, വിവരം വേണ്ട. ഇതൊന്നും ഈ ഒരു ലോകത്ത് ഇപ്പം പറ്റുന്ന കാര്യമല്ല രാജീവ. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് മടക്കി വെച്ചോണ്ട് അങ്ങ് പോയാൽ മതി. ഈ കാലത്തിൽ അരിയിട്ടാല് വേഗത്തില്ല എന്ന മട്ടിൽ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ രാജീവിന് അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അമ്പിലും വില്ലിലും ഒന്നും അടുക്കില്ല. പക്ഷെ നമ്മുടെ അലീന സംസാരിക്കുന്നുണ്ട് ബാലചന്ദ്രനോട്. എന്തിനാ അച്ഛാ വെറുതെ ഒരു വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കാരണമല്ല ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വരുമെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പൊക്കോളാം. അച്ഛൻ എന്തിനാ വെറുതെ എന്നെ ബലം പിടിച്ച് എന്നെ ഇവിടെ നിർത്തുന്നത്? എനിക്ക് പോകാൻ ഇടയില്ലായ്മയൊന്നും ഇല്ലല്ലോ. എനിക്കിപ്പോൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മനുവേട്ടൻ എനിക്ക് ജോലി ശരിയാക്കി തരും, ഹോസ്റ്റലിൽ നിൽക്കാം, ജോലി ചെയ്യാം. അതും അല്ലെങ്കിൽ 10 ദിവസം എനിക്ക് എൻ്റെ ബന്ധുക്കാരുടെ അടുത്ത് പോകണമെങ്കിൽ ഇപ്പം എനിക്ക് ഗ്രേസി ആൻറ്റിയും മാമച്ചനങ്കിളും രേവതിക്കുട്ടിയൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ എനിക്ക് പോയി നിൽക്കാമല്ലോ. പിന്നെ എനിക്ക് വലിയ വിഷമവും കാര്യങ്ങളും ഒന്നും ഇല്ല അച്ഛനെ ഓർക്കണ്ടെന്ന് പറഞ്ഞപ്പം നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നെ തോപ്പിച്ചിട്ട് ഇറങ്ങി പോകുന്ന പോലെ ആയി പോവും. മാത്രമല്ല അലീനെ, നീ ഇവിടെ ഇല്ലെങ്കിലും ഒരിക്കലും നെടുമ്പുരയ്ക്ക് വീട്ടിൽ ഇനി ബാലചന്ദ്രൻ കാണത്തില്ല. ബാലചന്ദ്രൻ പണിയെടുപ്പിച്ച വീടൊക്കെ ആയിരിക്കും, ശരിയാണ്, ബാലചന്ദ്രൻ കഷ്ടപ്പെട്ട വീടൊക്കെ ആയിരിക്കും. 3 മക്കൾക്ക് കൂടെ എഴുതി കൊടുത്തിട്ട് ഞാൻ പോകുകയുള്ളൂ വല്ല രാമേശ്വരത്തോ എവിടെയെങ്കിലും ഞാൻ സന്യസിക്കാൻ വേണ്ടി പോകും. അതാണോ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? വേറെ ഒന്നുമില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുന്നുമുണ്ട്. ദേ അലീനെ, നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? അത് മാത്രം നീ ചെയ്താൽ മതി. നീ ശരണ്യയുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ, ശരണ്യയ്ക്ക് വേണ്ടി നീ പല പല കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ദേ ഒരു കാരുണ്യം പോലും ഇല്ലാത്തൊരു മനുഷ്യനെ ഇപ്പം ഞാൻ, നീ എൻ്റെ കൂടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീനയോട് ഇങ്ങനെ ഓരോ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വായടപ്പിക്കുന്ന രീതിയിൽ, അലീനയുടെ വായടപ്പിക്കുന്ന രീതിയിൽ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതും ഇതുമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിഷയം മാറ്റി വിടുകയാണ്. ഈ സമയത്ത് നമ്മുടെ വൈജയുടെ അടുത്ത് രാജീവനോ അതുപോലെ കമലയൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. നീ എങ്കിലും ഒന്ന് അടങ്ങ് വൈജ. അതുമാത്രമല്ല, ഇനിയിപ്പോൾ വൈജയോട് സത്യങ്ങൾ പറഞ്ഞില്ല എങ്കിൽ വൈജ ഉറപ്പായിട്ടും അമ്പും വില്ലുമായിട്ട് തന്നെ നിൽക്കും. വൈജ അത്രയ്ക്ക് തലക്കരം പിടിച്ചൊരു സ്ത്രീയാണ്, അത്രയ്ക്ക് അഹങ്കാരിയാണ്, അത്രയ്ക്ക് വാശിക്കാരിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം അടങ്ങണമെങ്കിൽ നമ്മുടെ വൈജ തന്നെ തീരുമാനിക്കണം. ഒന്നെങ്കിൽ വൈജ തീരുമാനിക്കണം, അല്ലെങ്കിൽ ബാലചന്ദ്രൻ തീരുമാനിക്കണം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഇതിനിടയ്ക്ക് ഞാൻ ഇന്നലെ ഒരു സീൻ പറഞ്ഞായിരുന്നല്ലോ, മുത്തശ്ശി വൈജയനെ വിളിക്കുന്നത്. അങ്ങനെ മുത്തശ്ശീനെ കൊണ്ട് വൈജയനെ വിളിപ്പിക്കുന്നതാണ് കേട്ടോ ശിവനും രാജീവിനും ഒക്കെ ചേർന്നിട്ട്. ഇനി അവസാനമായിട്ട് അതൊക്കെ ഉള്ളൂ നമ്മുടെ വൈജയോട് പറയാനും ചെയ്യാനും ഒക്കെ ആയിട്ട്. അങ്ങനെയെങ്കിലും വൈജ ഒന്ന് അടങ്ങട്ടെ എന്ന് ഓർത്തിട്ട് മുത്തശ്ശീനെ കൊണ്ട് വരെ വിളിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വൈജ അടങ്ങത്തില്ല. ഏതായാലും വൈജയനെ അടക്കാൻ ഇപ്പം ബാലചന്ദ്രന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു സൂത്രപ്പണി മാത്രമേ ഉള്ളൂ നമ്മുടെ അലീന. അതേതായാലും നമ്മുടെ ബാലചന്ദ്രൻ ഒട്ടനെയൊന്നും പുറത്തിറക്കത്തുമില്ല. നമ്മുടെ നമ്മുടെ വൈജയൻ ഇങ്ങനെ വാശി കയറ്റി ഓരോന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ നമ്മുടെ വൈജയൻ ഇങ്ങനെ രോക്ഷം കൊള്ളിച്ച് വൈജ കടന്ന് തുള്ളുന്നതും വൈജ കടന്ന് അലറുന്നതും അമറുന്നതും ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ ബാലചന്ദ്രന് ആ സാധനം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയുള്ളൂ. ബാലചന്ദ്രന് അതൊന്നും ഇപ്പം വെളിയിൽ ഇറക്കത്തില്ല. അപ്പം കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കട്ടെ. അപ്പോൾ മൈക്ക് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ സംസാരിച്ചിരിക്കുന്നത്, അപ്പം ശകലം ഓളിയും കുറവായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയും ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയും നയനയുടെയും ആദർശിന്റെയും കഥയും നമ്മുടെ ജിൽ സിനിമയിൽ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ കഥയും നമ്മൾ ഇന്ന് രാത്രി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു 9:00 തന്നെ. അലീനയുടെ ഫുൾ വിശേഷം രാവിലെ എന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.